പ്രൈസ് ആക്ഷൻ ബേസ് ചെയ്തിട്ടാണ് ഇനി നമ്മൾ അങ്ങോട്ട് ട്രേഡ് ചെയ്യാൻ പോകുന്നത്. പ്രൈസ് ആക്ഷൻ എന്ന് പറയുമ്പോൾ പ്രൈസിൻ്റെ ആക്ഷൻ. അതെന്താ ഞാൻ മീൻ ചെയ്തത്? നമ്മളിപ്പോൾ RSI ഉപയോഗിക്കുന്നു, സ്റ്റൊക്കാസ്റ്റിക് ഉപയോഗിക്കുന്നു, MACD ഉപയോഗിക്കുന്നു, മൂവിങ് ആവറേജ് ഉപയോഗിക്കുന്നു. അത്തരത്തിലുള്ള ഇൻഡിക്കേറ്ററുകളൊന്നും ഇനി നമുക്ക് തൽക്കാലത്തേക്ക് ആവശ്യമില്ല. നമ്മളെന്താണ് പ്രൈസ് ആക്ഷൻ വെച്ചിട്ടാണ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, മാർക്കറ്റിനെ മെഷർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. പ്രൈസ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൈസിൻ്റെ ആക്ഷൻ. പ്രൈസ് ലെവലുകളാണല്ലോ ഇതൊക്കെ, എന്താണ് ഓരോന്ന് പ്രൈസ് ലെവലുകളാണല്ലോ റൈറ്റ് സൈഡിൽ നമ്മൾ കാണുക. ആ പ്രൈസിൻ്റെ ആക്ഷനാണ്. അതായത് മാർക്കറ്റ് ഇങ്ങനെയൊക്കെ പോകുന്നു. മാർക്കറ്റ് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഈ ഒരു ലെവലുകൾ വെച്ചിട്ട് മാത്രമാണ് ഇനി നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടെ നമ്മൾ ഇൻഡിക്കേറ്ററുകൾ ആഡ് ചെയ്യുന്നില്ല, കൺഫർമേഷന് വേണ്ടി ഇൻഡിക്കേറ്ററുകൾ നോക്കുന്നില്ല. ഈ ഒരു ലെവലുകൾ വെച്ച് മാത്രം നമ്മൾ മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അത് വെച്ച് എൻട്രികളൊക്കെ എടുക്കാനുള്ള മെത്തേഡുകൾ എങ്ങനെയാണെന്ന് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. പ്രൈസ് ആക്ഷൻ തുടങ്ങുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ടത് 4 കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? ഒന്ന് C ആണ്. C എന്താണ്? കൺസോളിഡേഷൻ. അടുത്തത് E ആണ്. എന്താണ് E എന്ന് പറയുന്നത്? എക്സ്പാൻഷൻ ആണ്. കൺസോളിഡേഷൻ, എക്സ്പാൻഷൻ ഉണ്ട്. അതുപോലെ തന്നെ R ഉണ്ട്. എന്താണ് R എന്ന് പറയുന്നത്? R എന്ന് പറയുന്നത് റീട്രേസ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ മറ്റൊരു R ഉണ്ട്. മറ്റൊരു R എന്താണ്? റിവേഴ്സലാണ്. എൻ്റെ കൈയക്ഷരം നോക്കരുത്, വളരെ അബദ്ധമാണ്. C എന്താണ്? കൺസോളിഡേഷൻ ആണ്. E എന്താണ്? ഇത് E ആണ്. E എന്താണ്? എക്സ്പാൻഷൻ ആണ്. R എന്താണ്? റിട്രേസ്മെൻ്റ് ഉണ്ട്, റിവേഴ്സൽ ഉണ്ട്. 2 R ഉണ്ട്, റിട്രേസ്മെൻ്റ് ഉണ്ട്, റിവേഴ്സലും ഉണ്ട്. റിട്രേസ്മെൻറ്റിന് വേണമെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? RT എന്ന് കൊടുത്താൽ എന്താണ്? റിട്രേസ്മെൻ്റ് ആണ്. നമുക്ക് എന്ത് കൊടുക്കാം? RV എന്ന് കൊടുത്താൽ റിവേഴ്സലാണ്. ഇത് T ആണ്, ഇത് പ്ലസ് അല്ല, ഇത് T ആണ്. RT എന്ന് കൊടുത്താൽ റിട്രേസ്മെൻ്റ് ആണ്, RV എന്ന് കൊടുത്താൽ റിവേഴ്സലാണ്. അപ്പോൾ 4 കാര്യങ്ങളാണുള്ളത്. കൺസോളിഡേഷൻ ഉണ്ട്, എക്സ്പാൻഷൻ ഉണ്ട്, റിട്രേസ്മെൻ്റ് ഉണ്ട്, റിവേഴ്സൽ ഉണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ മൈൻഡിലായല്ലോ. ഇനി നമുക്ക് ഓരോന്ന് എന്താണെന്ന് നോക്കാം. എന്താണ് കൺസോളിഡേഷൻ? നിങ്ങൾ സാധാരണ കേൾക്കുന്ന കൺസോളിഡേഷൻ മാത്രമല്ല ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത്. കൺസോളിഡേഷൻ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിച്ച് ശ്രദ്ധിക്കാതിരിക്കരുത്. നോക്കിയേ, എന്താണ് നിങ്ങൾക്ക് അറിയാവുന്ന കൺസോളിഡേഷൻ? എന്താണ് കൺസോളിഡേഷൻ എന്ന് പറഞ്ഞാൽ? അത് തന്നെയാണ്. എന്താണ്? ഇതൊരു റേഞ്ചാണ്. ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് കുറേ തവണ ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്ത് ഇവിടെ തന്നെ ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്ത്, അതായത് ഈ ഒരു റേഞ്ചിന് താഴേക്കും മാർക്കറ്റ് പോകുന്നില്ല, അതുപോലെ തന്നെ ഈ ഒരു റേഞ്ചിന് ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്കും മാർക്കറ്റ് പോകുന്നില്ല. പ്രൈസുകളാണ്. ഈ ഒരു പ്രൈസിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് പോകുന്നില്ല, ഈ ഒരു പ്രൈസിൻ്റെ താഴേക്കും മാർക്കറ്റ് വരുന്നില്ല, ആ ഒരു പ്രൈസ് ലെവലിൻ്റെ താഴേക്കും മാർക്കറ്റ് വരുന്നില്ല. ഈ ഒരു റേഞ്ചിൽ തന്നെ മാർക്കറ്റ് ഇങ്ങനെ തുടരുന്നതിനെയാണ് നമ്മൾ കൺസോളിഡേഷൻ എന്ന് പറയാറുള്ളത്. അപ്പോൾ എന്താണ് ഈ പ്രൈസ് ആക്ഷൻ ട്രേഡിങ്ങിൽ കൺസോളിഡേഷൻ്റെ പ്രാധാന്യം? ഒരു മൂവ് കഴിഞ്ഞിട്ടുള്ള കൺസോളിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി? ഒരു മൂവ് എങ്ങനെ ഉണ്ടാകുന്നത്? ഇവിടുന്ന് ഒരു മൂവ് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഉണ്ടാവുകയാണെന്ന് വിചാരിക്കും. എങ്ങനെയാണ് മൂവ് ഉണ്ടാകുന്നത്? നമ്മളെപ്പോലെയുള്ള ട്രേഡേഴ്സ് ട്രേഡ് ചെയ്തിട്ടാണോ? അല്ല. എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഈ എൻട്രികളൊക്കെ, തുടക്കത്തിലുള്ള എൻട്രികളൊക്കെ ആരാണ് എടുക്കുന്നത്? ആരാണ് ഈ മാർക്കറ്റിനെ ഈ ഒരു ഇമ്പൾസിനെ മുകളിലേക്ക് നയിക്കുന്നത്? സ്മാർട്ട് മണിയാണ്, അഥവാ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സാണ്. വലിയ വലിയ ബാങ്കുകളാണ് അത്തരത്തിലുള്ള ട്രേഡേഴ്സാണ് മുന്നോട്ടേക്ക് നയിക്കുന്നത്. ഈ ഒരു മാർക്കറ്റിൻ്റെ ഈ ഒരു ഇമ്പൾസിനെ മുന്നോട്ടേക്ക് കൊണ്ടുവന്നത്, ഇത്രയും മൂവ്മെൻറ്റ് ഉണ്ടായത് അവരവിടെ എൻട്രികൾ എടുത്തത് കൊണ്ടാണ്. ഒരിക്കലും നമ്മളെപ്പോലുള്ള ട്രേഡേഴ്സ് എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഇത്രയും അവിടെ മൂവ്മെൻറ്റ് ഉണ്ടാവത്തില്ല. അതാണ് ആദ്യത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവരാണ് മാർക്കറ്റിനെ മുന്നോട്ടും താഴേക്കും നീക്കുന്നത്. അപ്പോൾ എന്താണ് അപ്പോൾ ഈ കൺസോളിഡേഷൻ എന്ന് പറയുന്നത്? കൺസോളിഡേഷൻ അതായത് മുകളിലേക്ക് പോകുന്നു, താഴേക്ക് പോകുന്നു, മുകളിലേക്ക് താഴേക്ക്, മുകളിലേക്ക് താഴേക്ക്, അത്തരത്തിൽ കൺസോളിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി? അവരിവിടെ ട്രേഡ് ചെയ്യുന്നതാണോ കൺസോളിഡേഷൻ? അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് ഇവിടെ സെല്ല്, ഇവിടെ ബൈ, ഇവിടെ സെല്ല്, അങ്ങനെ ചെയ്യുന്നതാണോ? അങ്ങനെ ചെയ്യുന്നതല്ല കൺസോളിഡേഷൻ. അവരെന്താ ചെയ്യുന്നത്? ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് ഇവിടെ നിന്ന് ബൈ ചെയ്തത് കൊണ്ടാണ് മാർക്കറ്റ് ഇവിടെ വരെ വന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ വരെ എത്തുമ്പോൾ ഇവർ എന്ത് ചെയ്യും? അവിടെ ഒന്ന് ഹോൾഡ് ചെയ്യും, പിന്നീട് ബൈ ചെയ്യാതെ അവിടെ ഒന്ന് ഹോൾഡ് ചെയ്യും. എന്തുകൊണ്ടാണ്? ഇവിടെ ബൈ മാത്രം നടന്നിട്ട് കാര്യമില്ലല്ലോ. അവരുടെ ബൈയിന് മുന്നോട്ട് പോകണമെങ്കിൽ അവരുടെ ഓർഡറിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള, അവർക്ക് ബൈ ചെയ്യാനുള്ള കുറച്ച് സെല്ലിംഗ് ഓർഡറുകൾ, അത്തരത്തിലെ ഓർഡറുകളൊക്കെ അവർക്ക് കിട്ടണം. അതിനു വേണ്ടി അവരെന്ത് ചെയ്യും? ഹോൾഡ് ചെയ്യും. ചില ട്രിക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് അവരെന്താണ്? മാർക്കറ്റിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കും. അപ്പോൾ അങ്ങനെയാണ് ഈ കൺസോളിഡേഷൻ ഉണ്ടാകുന്നത്. ഈ കൺസോളിഡേഷൻ കുറേ നേരത്തേക്ക് ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക? ഇവിടേക്ക് ഒരുപാട് ഓർഡറുകൾ കിടന്നിട്ടുണ്ടാകും. നോക്കിയേ, ഒരുപാട് ഓർഡറുകൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ പെട്ടുപോയിട്ടുണ്ടാകും. നമ്മളെപ്പോലെയുള്ള ട്രേഡേഴ്സിനൊക്കെ ഒരുപാട് ഓർഡറുകൾ ബൈയും സെല്ലും ഒക്കെ ആയിട്ട് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ പെട്ടുപോയിട്ടുണ്ടാകും. അവരെന്ത് ചെയ്യും? അപ്പോൾ അവരാ സാഹചര്യം നോക്കിയിട്ട് ഏതാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യും? ഈ മൊത്തത്തിലുള്ള ഈ ഒരു കൺസോളിഡേഷൻ അവർ ഉപയോഗിക്കും. മൊത്തത്തിലുള്ള ആ ഒരു കൺസോളിഡേഷനാണ് ഉപയോഗിക്കുക. അല്ലാതെ ഇവിടെ ട്രേഡ് എടുത്ത് ഇത് യൂസ് ചെയ്ത് മുകളിലേക്കോ താഴേക്കോ പോകലല്ല. അത്രയും നേരത്തെ ഒരു കൺസോളിഡേഷൻ അവർ വാച്ച് ചെയ്തിട്ട്, പ്രൈസ് ആക്ഷനാണ് ആ ഒരു പ്രൈസിൻ്റെ ആക്ഷൻ, അത്രയും നേരത്തെ കൺസോളിഡേഷൻ അവർ വെയിറ്റ് ചെയ്ത് വാച്ച് ചെയ്തിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ഓർഡറുകൾ കിട്ടിക്കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും? മാർക്കറ്റിൻ്റെ മുകളിലേക്കോ നേരെ തിരിച്ച് താഴേക്കോ കൊണ്ടുപോകും. സെല്ല് ചെയ്ത് താഴേക്കോ
ബൈ ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോകും. ഈ കൺസോൾട്ടേഷൻ്റെ ആ ഒരു സമയത്തുള്ള ഓർഡറുകൾ അനുസരിച്ച് മുകളിലേക്കോ താഴേക്കോ കൊണ്ടുപോകും. കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ ആക്ച്വലി എന്താണ് സംഭവം? ഇത്തരത്തിലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് പോസ് ചെയ്യുന്നതാണ് നമ്മളെപ്പോലെയുള്ള ട്രേഡേഴ്സിൻ്റെ ഓർഡറുകൾ ഗ്രാബ് ചെയ്ത് അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരെടുക്കുന്ന ഒരു പോസാണ് ഈ ഒരു കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൺസോൾട്ടേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ ഇത് മനസ്സിലായത് കൊണ്ട് മാത്രം പ്രത്യേകിച്ച് കാര്യമില്ല. അപ്പോൾ കൺസോൾട്ടേഷനിൽ നിന്ന് എപ്പോഴാണ് ഇനി അടുത്ത മൂവ്മെൻറ്റ് ഉണ്ടാവുന്നത് എന്നാണ് നിങ്ങൾക്ക് പ്രധാനമായിട്ടും അറിയേണ്ടത്. ഇത്തരത്തിലുള്ള കൺസോൾട്ടേഷൻ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഇക്വിലിബ്രിയം എന്ന് പറയുന്ന പ്രൈസ് ലെവലാണ്. എന്താണ് ഇപ്പോൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്? ഇതെന്താണ്? ആ ഒരു കൺസോൾട്ടേഷൻ്റെ ഹൈ ആണ്. ഓക്കെ, ഹൈ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുക. ഇതെന്താണ്? ആ ഒരു കൺസോൾട്ടേഷൻ്റെ ലോ ആണ്. ലോ മാർക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ എന്താണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്? ഇതിൻ്റെ ഹാഫാണ്. എക്സാക്റ്റ് ഹാഫ്. ഈ ഒരു കൺസോൾട്ടേഷൻ്റെ എക്സാക്റ്റ് ഹാഫിനെയാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇക്വിലിബ്രിയത്തെ നോക്കി വെക്കണം. എന്തുകൊണ്ടാണ് നിങ്ങളോട് ഇക്വിലിബ്രിയത്തെ നോക്കി വെക്കാൻ പറയുന്നത്? എന്തെങ്കിലും ഇൻഡിക്കേറ്റർ ആണോ ഇത്? അല്ല, പ്യുവറായിട്ടുള്ള പ്രൈസ് ആക്ഷനാണ്, പ്രൈസ് ലെവലാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു പോയിന്റിനെ നോക്കി വെക്കാൻ പറയുന്നത്? അടുത്ത ഒരു മൂവ്മെൻറ്റ്, അതായത് മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുവന്ന ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് അടുത്ത മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക എവിടെ നിന്നാണ്? ഈ ഒരു ഇക്വിലിബ്രിയത്തിൽ നിന്നാണ്. മാർക്കറ്റ് ഇങ്ങനെ റേഞ്ച് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഹാഫ് വരക്കുന്നു. ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഹാഫ് വരക്കുന്നു. ആ ഹാഫിൽ പ്രൈസ് ആക്ഷൻസ് നോക്കുന്നു. നോക്കി, ഇങ്ങനെ വന്നിപ്പോൾ മുകളിലേക്ക് വന്നു. നോക്കി, ഇങ്ങനെ മാർക്കറ്റ് മുകളിലേക്ക് വന്ന് ആ ഒരു ഇക്വിലിബ്രിയത്തിൽ പ്രൈസ് ആക്ഷൻ ഉണ്ടാക്കിയിട്ട് മുകളിലേക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെയാണ് അടുത്ത എൻട്രികൾ തുടങ്ങുന്നത്, അടുത്ത ഇമ്പൾസ് വേവ്, അതായത് അടുത്ത മൂവ്മെൻറ്റ് തുടങ്ങുന്നത് ആ ഒരു പോയിന്റിൽ നിന്നാണ്, ആ ഒരു പ്രൈസ് ലെവലിൽ നിന്നാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കൺസോൾട്ടേഷനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കേണ്ടത്. കൺസോൾട്ടേഷനെ മനസ്സിലാക്കണം. നമുക്കൊരു ലൈവ് ചാർട്ടിൽ പോയിട്ട് എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഒരുപാട് നേരത്തെ കൺസോൾട്ടേഷൻ ഇവിടെയുണ്ട്. അതിന് ശേഷം എന്താ ഉണ്ടായിരിക്കുന്നത്? ഈ ഒരു റേഞ്ചാണ് പറയുന്നത്, ഈ ഒരു കളർ ചെയ്തു വെച്ച റേഞ്ചാണ് പറയുന്നത്. ഇങ്ങനെ ഒരുപാട് നേരത്തെ കൺസോൾട്ടേഷൻ ഇവിടെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹൊറിസോണ്ടൽ ലൈനിൻ്റെ ടൂൾ എടുക്കുന്നു. ആദ്യം നമുക്ക് ബേസിക്കായിട്ട് നോക്കാം. ഹൊറിസോണ്ടൽ ലൈനിൻ്റെ ടൂൾ എടുത്തിട്ട് നിങ്ങളൊരു ഹാഫിലേക്ക് വെക്കുകയാണെങ്കിൽ, ഓക്കെ, ഏകദേശം ഒരു ഹാഫിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നീട് എന്താ നിങ്ങൾ കാണുന്നത്? എവിടെ നിന്നാണ് അടുത്ത മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്? നിങ്ങൾ തന്നെ ഒന്ന് നോക്കിയേ. എവിടെ നിന്ന് അടുത്ത മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേ? ഇതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മാസ്റ്റർ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. നോക്കിയേ, നമ്മൾ പറഞ്ഞ കൺസോൾട്ടേഷൻ എന്ന് പറയുന്ന ഈ ഒരു ലെവലാണിത്. കൺസോൾട്ടേഷൻ്റെ ഹൈ ആണ്. ഇതെന്താണ്? കൺസോൾട്ടേഷൻ്റെ ലോ ആണ്. ഈ ഒരു റെഡ് എന്താണ്? കൺസോൾട്ടേഷനെ നമ്മൾ ഇക്വിലിബ്രിയം മാർക്ക് ചെയ്ത് വെച്ചതാണ്. നോക്കിയേ, ചെറിയൊരു ബ്രേക്ക് ഔട്ടിന് വേണ്ടി ശ്രമിച്ചു. പക്ഷേ എവിടെ നിന്നാണ്? നോക്കിയേ, കൺസോൾട്ടേഷൻ ഇങ്ങനെ ഉണ്ടായി. നോക്കിയേ, ബ്രേക്ക് ഔട്ടിന് വേണ്ടി ശ്രമിച്ചു. പക്ഷേ എന്താണ്? ആ ഒരു ലെവൽ നമ്മൾ പറഞ്ഞതുപോലെ ഇക്വിലിബ്രിയത്തിൽ നല്ല പ്രൈസ് ആക്ഷൻ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെ ഇപ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് പോകാം, ഇങ്ങനെയൊക്കെ മാർക്കറ്റ് മുകളിലേക്ക് പോകാം. നമ്മളത് ബോദർ ചെയ്യേണ്ട കാര്യമില്ല. എപ്പോഴും പറയുന്ന കാര്യം എന്താണ്? നമ്മുടെ ഒരു തിയറി പ്രകാരം, നമ്മുടെ ഒരു സ്റ്റഡി പ്രകാരം, നമ്മുടെ ഒരു അനാലിസിസ് പ്രകാരമുള്ള എൻട്രികൾ വെച്ച് മാത്രമേ നമ്മൾ എൻട്രി എടുക്കേണ്ട ആവശ്യമുള്ളൂ. ആ എൻട്രികൾ മാത്രമേ നമ്മൾ എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇങ്ങനെ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ബോദർ ചെയ്യേണ്ട കാര്യമില്ല. ഒരിക്കലും നമുക്ക് മാർക്കറ്റിലെ എല്ലാ മൂവ്മെൻറ്റിനും ക്യാച്ച് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ സ്റ്റഡി പ്രകാരം നോക്കിയാൽ എന്താണ്? ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇക്വിലിബ്രിയം നോക്കി, ഈ ഒരു കൺസോൾട്ടേഷൻ്റെ ഇക്വിലിബ്രിയം പോയിന്റിൽ നിന്ന് പ്രൈസ് ആക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എൻട്രിക്ക് വേണ്ടി നോക്കേണ്ടത്. നോക്കിയേ, ഇവിടെ ഇങ്ങനെ നോക്കിയേ, ഇവിടെ വന്ന് നോക്കിയേ, ഇക്വിലിബ്രിയം പോയിന്റ് എവിടെ നിന്നാണ് അടുത്ത പ്രൈസ് ആക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്? നോക്കി, ആ ഒരു അടുത്ത ഇമ്പൾസ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്? ആ ഒരു ഇക്വിലിബ്രിയത്തിൽ നിന്നാണ്, കൺസോളിഡേഷൻ്റെ ഇക്വിലിബ്രിയത്തിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിപ്പോൾ ഡെയിലി ചാർട്ടാണ്, USD/CHFൻ്റെ ഡെയിലി ചാർട്ടാണ്. ഇത്തരത്തിൽ ഡെയിലി ചാർട്ടിൽ നിങ്ങൾ മാർക്ക് ചെയ്ത് പഠിക്കുക. മാർക്ക് ചെയ്ത് പഠിച്ചിട്ട് ഇങ്ങനെ നോക്കിയേ, ഇങ്ങനൊരു ഇക്വിലിബ്രിയത്തിൽ നിന്നൊക്കെ പ്രൈസ് ആക്ഷൻ വരികയാണെങ്കിൽ എന്ത് ചെയ്യുക? ഇതിൻ്റെ ലോവർ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് അതിന് കണക്കായിട്ടുള്ള എൻട്രികൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. നിങ്ങൾക്ക് അതിന് കണക്കായിട്ടുള്ള എൻട്രികൾ എവിടെ? ഇപ്പോൾ ബൈ എൻട്രി ആണല്ലോ നമുക്ക് വേണ്ടത്. മുകളിലേക്കുള്ള ഇമ്പൾസ് ആണല്ലോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ബൈ എൻട്രി എവിടെ കിട്ടുന്നുണ്ടോ നോക്കിയേ. അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നോക്കിയേ, എത്ര മനോഹരമായിട്ടുള്ള മൂവ്മെൻറ്റാണ് പിന്നീട് അവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ കൺസോൾട്ടേഷൻ നിങ്ങൾ കണ്ടു. ഇനി എന്താ നമുക്ക് കാണേണ്ടത്? എക്സ്പാൻഷനാണ്. എന്താണ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്? അതും നിങ്ങൾക്ക് ബേസിക്കായിട്ട് അറിയാവുന്ന കാര്യമാണ്. കൺസോൾട്ടേഷൻ നമ്മൾ കണ്ടത് ഇങ്ങനെ ഒരു റേഞ്ചിലാണ്. അപ്പോൾ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്.
കൺസോൾട്ടേഷൻ കണ്ടത് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലെ ഈ ഒരു മൂവ്മെൻ്റ് ആണ്. എല്ലാ മൂവ്മെൻറ്റുകളും നമ്മൾ കവർ ചെയ്യും. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും. ബേസിക്കായിട്ട് എല്ലാ മൂവ്മെൻറ്റുകളും കവർ ചെയ്യും മാർക്കറ്റിലെ. കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലെ മൂവ്മെൻ്റ് ആണ്. എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഈ ഒരു മൂവ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ കൺസോൾട്ടേഷനെ എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. കൺസോൾട്ടേഷൻ എങ്ങനെയാണ് നോക്കുന്നത്? 50% ലെവല് അഥവാ ഇക്വിലിബ്രിയം വെച്ചിട്ടാണ് കൺസോൾട്ടേഷനെ മനസ്സിലാക്കേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അത് വെച്ചിട്ടാണ് മെഷറൊക്കെ ചെയ്യേണ്ടത്. എക്സ്പാൻഷനെ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? എക്സ്പാൻഷൻ ഉണ്ടാകുകയാണെങ്കിൽ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ട്രെൻഡ് വന്ന് ഈ ഒരു കൺസോൾട്ടേഷൻ്റെ ഉള്ളിൽ തന്നെ നോക്കിയേ, ഉള്ളിൽ തന്നെ ഇക്വിലിബ്രിയത്തിലൊരു സപ്പോർട്ട് എടുത്ത് ഇത്തരത്തിലൊരു പ്രൈസ് ആക്ഷൻ കാണിക്കുകയാണെങ്കിൽ നമുക്കെന്താണ്? അതൊരു സിഗ്നലാണ്. കൺസോൾട്ടേഷൻ്റെ തിയറി പ്രകാരം അതൊരു സിഗ്നലാണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് ഇങ്ങോട്ടുള്ള ഒരു ഇമ്പൾസിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ള ഒരു സിഗ്നലാണ്. ഇവിടെ എക്സ്പാൻഷൻ്റെ കാര്യത്തിൽ എന്തോ ഒരു വ്യത്യാസമുള്ളത്? എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ടുള്ള ലെവലിൻ്റെ കാര്യമാണ്. നോക്കിയേ, കൺസോൾട്ടേഷൻ കഴിഞ്ഞു. ഇവിടുന്ന് കൺസോൾട്ടേഷനിലൊന്നും മൂവ്മെൻറ്റ് ഉണ്ടായിട്ടില്ല. നോക്കിയേ, ഇങ്ങനെ മുകളിലേക്ക് പോയി. മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ട് വീണ്ടും എന്താണ്? ആ ഒരു റേഞ്ചിൽ വരികയാണ്. അവിടെയാണ് നമ്മൾ എക്സ്പാൻഷൻ മെഷർ ചെയ്യേണ്ടത്. നോക്കിയേ, കൺസോൾട്ടേഷൻ കഴിഞ്ഞ് എക്സ്പാൻഷൻ സ്റ്റാർട്ട് ചെയ്തു. എക്സ്പാൻഷൻ സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ എക്സ്പാൻഷൻ എന്താണ്? മുകളിലേക്ക് അധികം പോകുന്നില്ല. ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടെയൊന്നും ബൈ എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ ഈ ഒരു പ്രൈസ് ആക്ഷൻ്റെ സെറ്റപ്പ് പ്രകാരം ഇവിടെയൊന്നും ബൈ എൻട്രി എടുക്കാൻ വേണ്ടി പറ്റത്തില്ല. ഇവിടെയാണ് അപ്പോൾ നമുക്ക് എക്സ്പാൻഷൻ ഉണ്ടാകുമ്പോൾ ബൈ എൻട്രി എടുക്കാൻ പറ്റുക. കൺസോൾട്ടേഷൻ ഉണ്ടാകുമ്പോൾ നോക്കി ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് എൻട്രികൾ കിട്ടുന്നതാണ്. എക്സ്പാൻഷൻ ഉണ്ടാകുമ്പോൾ എവിടെ എൻട്രി എടുക്കുക? ഇത് തിരിച്ചൊരു റിജക്ഷൻ കാണിച്ച് ഈ ഒരു ഇക്വിലിബ്രിയം തന്നെ, ഈ ഒരു കൺസോൾട്ടേഷൻ്റെ ഇക്വിലിബ്രിയത്തിന് അടുത്തെന്താണ്? ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് എത്തിയിട്ട് അവിടെ നിന്ന് ഒരു റിജക്ഷൻ കാണിക്കുകയാണെങ്കിൽ അവിടെയാണ് നമുക്ക് ഈ ഒരു എൻട്രി, എക്സ്പാൻഷൻ്റെ തിയറി പ്രകാരമുള്ള എൻട്രി. അതായത് നോക്കിയേ, ഇതാണ് റേഞ്ച് എന്ന് പറയുന്നത്, ഇതാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. മാർക്കറ്റ് ഇങ്ങനെ പോകുന്നു, മുകളിലേക്കും താഴേക്കൊക്കെ ഇങ്ങനെ പോകുന്ന മാർക്കറ്റ്. നോക്കിയേ, ഇവിടുന്ന് ബ്രേക്ക് ചെയ്തിട്ടൊന്ന് താഴേക്ക് വരുന്നു. അതായത് എക്സ്പാൻഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു, പക്ഷെ ചെറുതായിട്ടൊന്ന് താഴേക്ക് കൂടി വരുന്നു. ഇങ്ങനെ താഴേക്ക് വരുമ്പോൾ നമ്മൾ എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഈ ഒരു ഇക്വിലിബ്രിയത്തിൻ്റെ അടുത്തുള്ള ഓർഡർ ബ്ലോക്കുകളെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓർഡർ ബ്ലോക്കുകൾ എന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ. എന്താണ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്? ഒന്നുകൂടി റിമൈൻഡ് ചെയ്യിപ്പിക്കാം. മുകളിലേക്ക് പോകുന്ന ഒരു മാർക്കറ്റ് താഴേക്ക് വീഴുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ താഴേക്ക് വീണ് കഴിഞ്ഞ് നോക്കിയേ, ഇപ്പോൾ റെഡ് ക്യാൻഡിൽ അവിടെ ഉണ്ടാക്കിയിട്ട് അതിനെ ക്രോസ് ചെയ്ത് വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ ആ റെഡ് എന്താണ് ഈ റെഡ് എന്ന് പറയുന്നത്? ഓർഡർ ബ്ലോക്കാണ്. കുറച്ചുകൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ മുകളിലേക്ക് പോകുന്ന മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ അതിന് തൊട്ട് മുന്നേ ഉണ്ടായിരിക്കുന്ന റെഡ് ക്യാൻഡിൽ ഓർഡർ ബ്ലോക്കാണ്. ഒരു മാർക്കറ്റ് താഴേക്കാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ തൊട്ട് മുന്നേ ഉണ്ടായിരിക്കുന്ന ഗ്രീൻ ക്യാൻഡിൽ ഓർഡർ ബ്ലോക്കാണ്. മുകളിലേക്ക് പോകുന്ന മാർക്കറ്റിന് തൊട്ട് മുന്നിലുള്ള റെഡ് ക്യാൻഡിലും താഴേക്ക് പോകുന്ന മാർക്കറ്റിന് തൊട്ട് മുന്നിലുള്ള ഗ്രീൻ ക്യാൻഡിലും ഓർഡർ ബ്ലോക്കുകളാണ്. അപ്പോൾ നമ്മൾ എക്സ്പാൻഷൻ്റെ കാര്യത്തിൽ ഇക്വിലിബ്രിയം നോക്കുന്നു. ഇക്വിലിബ്രിയത്തിൽ നിന്നുള്ള വെറുതെയുള്ള പ്രൈസ് ആക്ഷനല്ല എക്സ്പാൻഷനിൽ നോക്കേണ്ടത്, കൺസോൾട്ടേഷനിൽ അവിടെ ഉണ്ടാകുന്ന പ്രൈസ് ആക്ഷനാണ് നോക്കേണ്ടത്. നോക്കിയേ, ഈ ഒരു ഇക്വിലിബ്രിയത്തിനടുത്ത് എവിടെയെങ്കിലും ഓർഡർ ബ്ലോക്കുകൾ ഉണ്ടോ എന്ന് നമ്മൾ നോക്കുന്നു. അവിടെ എവിടെയെങ്കിലും ഓർഡർ ബ്ലോക്കുകൾ നിങ്ങൾ കാണുകയാണെങ്കിൽ അവിടെ എന്താണ്? ഒരു എൻട്രിയാണ്. ഇവിടെ എന്താണ്? ഒരു കൺസോൾട്ടേഷൻ നിങ്ങൾ കാണുന്നുണ്ട്. നോക്കിയേ, ഒരു കൺസോൾട്ടേഷൻ കാണുന്നുണ്ട്. അതിനെ ബ്രേക്ക് ചെയ്തൊന്ന് മുകളിലേക്ക് പോകുന്നു. നോക്കിയേ, അതിനുശേഷം എന്താ കാണുന്നത്? താഴേക്ക് വന്നിട്ട് ഇവിടുന്നാണ് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ടുള്ളത്. കൃത്യമായിട്ടൊന്നുകൂടി നോക്കിയേ, ഇവിടുന്ന് താഴേക്ക് വന്ന് മുകളിലേക്ക് പോയി ബ്രേക്ക് ചെയ്ത് പോയി താഴേക്ക് വരുന്നു. ഇതെന്താണ്? ഇവിടെ ഒരു എക്സ്പാൻഷൻ ആക്ച്വലി തുടങ്ങി. നോക്കിയേ, താഴേക്കൊന്ന് മുകളിലേക്ക് പോയി മാർക്കറ്റ് ഈ ഒരു കൺസോൾട്ടേഷനൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് നോക്കിയേ, ഒരു എക്സ്പാൻഷൻ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ കണ്ടിന്യൂ ചെയ്യുന്നില്ല. നമ്മൾ എന്താ പറഞ്ഞത്? ഇവിടെയൊന്നും പോയിട്ട് ബൈ ചെയ്യരുത് എന്ന് പറഞ്ഞു, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അവിടെയൊന്നും പോയിട്ട് ബൈ ചെയ്യരുത്. ആ ഒരു എക്സ്പാൻഷൻ നോക്കിയേ, മുകളിലേക്ക് പോയി താഴേക്ക് വന്നിട്ട് വീണ്ടും എവിടുന്നാണ് പിന്നീട് മുകളിലേക്ക് ഇമ്പൾസ് ഉണ്ടായിട്ടുള്ളത്? നോക്കിയേ, ഈ ഒരു റേഞ്ചിൽ നിന്നാണ് ഇമ്പൾസ് ഉണ്ടായിട്ടുള്ളത്. എന്താണത്? നമ്മുടെ എക്സ്പാൻഷൻ്റെ തിയറി വെച്ചിട്ട് നമുക്ക് അവിടെ എന്തു നോക്കാം? അവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്കുള്ള ഒരു എൻട്രി പോയിന്റ് ആയിട്ട് പരിഗണിക്കാം. ഒരു എക്സ്പാൻഷന് വേണ്ടിയുള്ള എൻട്രി പോയിന്റ് ആയിട്ട് പരിഗണിക്കാം. ഓർഡർ ബ്ലോക്ക് ഉണ്ടോ അവിടെ? നോക്കി, എന്താ പറഞ്ഞത്?
മുകളിലേക്കുള്ള മൂവ്മെൻ്റ് ആണെങ്കിൽ അതിന് തൊട്ട് മുന്നിലുള്ള റെഡ് ക്യാൻഡിലിനെ നമുക്ക് എന്താണ് ഓർഡർ ബ്ലോക്കായിട്ട് പരിഗണിക്കാവുന്നതാണ്. ഇനി ഓർഡർ ബ്ലോക്കിൻ്റെ കാര്യത്തിലും കുറച്ച് കാര്യങ്ങളിലൊക്കെ ചേഞ്ച് വന്ന് കുറച്ച് അഡ്വാൻസ്ഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കും. പറയുമ്പോൾ ഓരോ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ആ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്ത് പഠിക്കുക. കഴിഞ്ഞ ക്ലാസ്സിലെ കാര്യങ്ങളെക്കാളും കൂടുതൽ കാര്യങ്ങൾ പഠിക്കും. ചില എഡിറ്റൊക്കെ വരുത്തും തീർച്ചയായിട്ടും. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആ ഒരു ലെവലിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് പഠിച്ചതെങ്കിൽ ഇനി അഡ്വാൻസ് ലെവലുകളാണ്. നോക്കിയേ, നമ്മൾ പറഞ്ഞു വന്നത് ഈ ഒരു ലെവലിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ഓർഡർ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതൊരു എക്സ്പാൻഷൻ്റെ എൻട്രിയാണ്. സ്മാർട്ട് മണി അവിടെ എന്തിനു വേണ്ടി ശ്രമിക്കുന്നു? എക്സ്പാൻഷൻ്റെ തിയറി പ്രകാരമുള്ള ഒരു എൻട്രിക്ക് വേണ്ടി ശ്രമിക്കുന്നു നമുക്ക് മനസ്സിലാക്കാം. എക്സ്പാൻഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ എന്ത് നോക്കണം? ഓർഡർ ബ്ലോക്ക് ഉണ്ടോ എന്ന് നോക്കണം. നോക്കിയേ, ഇവിടുന്നാണ് ഈ ഒരു ഇമ്പൾസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത്. നോക്കിയേ, ലാസ്റ്റ് റെഡ് ക്യാൻഡിൽ നോക്കിയേ, അവിടെ ഉണ്ടാകുന്ന റെഡ് ക്യാൻഡിൽ. അതിന് ശേഷമുള്ള ആ ഒരു ക്യാൻഡിലിനെ തൽക്കാലം നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. നോക്കിയേ, ഈ ഒരു ക്യാൻഡിലിനെ തൽക്കാലം മൈൻഡ് ചെയ്യേണ്ട. നമ്മുടെ ഒരു സ്റ്റഡിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് നോക്കിയേ ഈ ഒരു ക്യാൻഡിലിനെ നോക്കാം. അങ്ങനെ തന്നെയാണ് നോക്കുക. അത് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പഠിക്കും. ഈ ഒരു ക്യാൻഡിൽ, അതായത് ഗ്രീനിന് തൊട്ട് മുന്നിൽ ഈ ഒരു ക്യാൻഡിലിനൊന്നും നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല. അങ്ങനെ ക്യാൻഡിൽ ഉണ്ടാകുകയാണെങ്കിൽ അതിനെ മൈൻഡ് ചെയ്യത്തില്ല. നോക്കിയേ, അതിന് തൊട്ട് മുന്നിൽ ആ ഒരു റെഡ് ക്യാൻഡിൽ നോക്കിയേ, അതാണ് അവസാനത്തെ റെഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. അതിനുശേഷമാണ് ഈ ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യാം? ആ ഒരു റെഡ് ക്യാൻഡിലിൻ്റെ സോണ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്ന് മാർക്ക് ചെയ്യുന്നു. എന്താ നിങ്ങൾ കാണുന്നത്? നോക്കിയേ, ഇത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഓർഡർ ബ്ലോക്കിൻ്റെ റേഞ്ചാണ്. ഈ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ റേഞ്ചാണ് ഇത് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്പാൻഷൻ ഉണ്ടാവണമെങ്കിൽ നോക്കിയേ, സ്മാർട്ട് മണി എക്സ്പാൻഷൻ ഉണ്ടാക്കണമെങ്കിൽ നോക്കി, കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്യുന്നു, താഴേക്ക് വരുന്നു, ഓർഡർ ബ്ലോക്കിൽ എത്തുന്നു. ഓർഡർ ബ്ലോക്ക് എവിടെയാണുള്ളത്? നോക്കിയേ ആ ഒരു റേഞ്ചിൽ തന്നെ, ഏകദേശം ഇക്വിലിബ്രിയത്തിൻ്റെ റേഞ്ചിൽ തന്നെയല്ലേ വരുന്നത്? ഏകദേശം ഒരു ഹാഫ് എന്നുള്ള ആ ഒരു റേഞ്ചിൽ തന്നെയല്ലേ വരുന്നത്? ആ ഒരു റേഞ്ചിൽ തന്നെ നോക്കിയേ ഓർഡർ ബ്ലോക്കും ഫോം ആവുന്നുണ്ട്. അങ്ങനെ ഓർഡർ ബ്ലോക്കും ഫോം ആവുകയാണെങ്കിൽ നമുക്കെന്താണ്? നമ്മുടെ തിയറി പ്രകാരം എക്സ്പാൻഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിന് കണക്കായിട്ടുള്ള എൻട്രികൾ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ കൺസോളിഡേഷനുമായി എക്സ്പാൻഷനുമായി ഇനി എന്തൊക്കെയാണ് അടുത്തുള്ളത്? 2R അടുത്തുള്ളത്. എന്തൊക്കെയാണ്? റിട്രേസ്മെൻറ്റും ഉണ്ട്, റിവേഴ്സലും ഉണ്ട്. നമുക്ക് നോക്കാം. എന്താണ് റിട്രേസ്മെൻറ്റ് എന്ന് പറയുന്നത്? നോക്കിയേ, ഒരു മാർക്കറ്റ് ഇങ്ങനെ മുകളിലേക്കും താഴേക്കൊക്കെ ഇങ്ങനെ പോവുകയാണ്. ഒരു സ്ഥലത്ത് വെച്ച് മാർക്കറ്റ് പെട്ടെന്ന് ഫോളോ ആയി എന്ന് വിചാരിക്കാം. മാർക്കറ്റ് ഇങ്ങനെ പെട്ടെന്ന് ഫോളോ ആയിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ ക്യാൻഡിൽ തന്നെ വരച്ച് കാണിച്ചു തരാം. നോക്കിയേ, ഇവിടെ വരെ പോകുന്ന മാർക്കറ്റ് പെട്ടെന്ന് ഇത്തരത്തിൽ, ഇത് റെഡ് ക്യാൻഡിലുകളാണ്, താഴേക്ക് ഫോളോ ചെയ്യുമ്പോൾ റെഡ് ക്യാൻഡിലുകളായിരിക്കുമല്ലോ. പെട്ടെന്ന് ഇത്തരത്തിലുള്ള റെഡ് ക്യാൻഡിലുകളൊക്കെ ഉണ്ടാക്കി പെട്ടെന്ന് ഫോളോ ആയി. അതായത് ഇത്രയും നേരം നല്ല നോർമലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് പെട്ടെന്ന് ഇത്തരത്തിലെ വലിയ ക്യാൻഡിലുകൾ ഉണ്ടാക്കിയിട്ട് ഫോളോ ആയി. അങ്ങനെ ഫോളോ ആവുകയാണെങ്കിൽ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യത്തിനെയാണ് ലിക്വിഡിറ്റി വോയിഡുകൾ എന്ന് പറയുന്നത്. ഇവിടെ സംഭവിക്കുന്ന കാര്യത്തെ നമ്മൾ എന്ത് പറയും? ലിക്വിഡിറ്റി വോയിഡുകൾ എന്ന് പറയും. എന്താണ് ലിക്വിഡിറ്റി വോയിഡുകൾ എന്ന് പറഞ്ഞാൽ? ഇവിടെയൊക്കെ എന്താണ്? ഇത്രയും വലിയൊരു മൂവ്മെൻ്റാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇവിടെയൊക്കെ സംഭവിക്കാനുള്ളൊരു സാധ്യത, ഇവിടെ കുറേ പ്രൈസ് ലെവലുകൾ ഉണ്ടായിരിക്കുമല്ലോ തീർച്ചയായിട്ടും. ഇവിടെയൊക്കെ എന്താണ്? ഇതൊക്കെ എന്താണ്? പ്രൈസ് ലെവലുകളാണ്. ആ പ്രൈസ് ലെവലുകളിലൊക്കെ സംഭവിക്കാനുള്ള സാധ്യത എന്താണ്? അതൊക്കെ ചിലപ്പോൾ സ്കിപ്പായി പോയിട്ടുണ്ടാകും. അവിടെയൊന്നും ഓർഡറുകൾ എക്സിക്യൂട്ട് ആവാതെ സ്കിപ്പായി പോകാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള സ്കിപ്പായിരിക്കുന്ന ഗ്യാപ്പുകളെയാണ് നമ്മൾ ലിക്വിഡിറ്റി വോയിഡുകൾ എന്ന് പറയുന്നത്. ആക്ച്വലി അവിടെയൊക്കെ എന്താണ്? ഈ ഒരു പ്രൈസ് ലെവലുകളിലൊന്നും ഓർഡർ എക്സിക്യൂട്ട് ആവാതെ, കാരണം അത്രയും പെട്ടെന്നുള്ള ഫോളാണ്, അത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള, അത്രയും ഭയങ്കരമായിട്ടുള്ള ഫോളാണ് സംഭവിച്ചിട്ടുള്ളത്. പെട്ടെന്നുള്ള വലിയ വലിയ ക്യാൻഡിലുകളാണ്. ഇവിടെയൊക്കെ പ്രൈസ് ലെവലുകൾ, ഓർഡറുകൾ സ്കിപ്പായി പോകാനുള്ള സാധ്യതയുണ്ട്. പ്രൈസ് ലെവലുകൾ മിസ്സായി പോകും. അതായത് നമ്മൾ ഈ സ്മാർട്ട് മണിയുടെ ആ ഒരു കണ്ണിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അവർക്ക് എന്താ വേണ്ടത്? ഈ ഒരു ലെവലിലൊക്കെ അവർക്ക് എന്ത് വേണം? ഓർഡറുകൾ വേണം. അങ്ങനെയാണെങ്കിലേ അവർക്ക് സെല്ല് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റൂ. പക്ഷേ ഇത്തരത്തിൽ പെട്ടെന്ന് മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ലെവലിലെ ഓർഡറുകളൊന്നും അവർക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അവർക്ക് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഈ ലെവലിലെ പല ലെവലുകളിലെയും ഓർഡറുകൾ അവർക്ക് മിസ്സായി പോകും. എന്തുകൊണ്ടാണ്? മാർക്കറ്റിൽ സംഭവിക്കുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ്? ഇത്രയും ഫാസ്റ്റായിട്ടുള്ള മൂവ്മെൻറ്റ് കൊണ്ടാണ്. ആ ഒരു വോളറ്റൈലിറ്റി, ഇത്രയും ഫാസ്റ്റായിട്ടുള്ള മൂവ്മെൻറ്റ് കൊണ്ട് ആ ഒരു ഓർഡറുകൾ മിസ്സായി പോകും. അതിന് വേണ്ടി അവർ ചെയ്യുന്ന ഒരു ടെക്നിക്ക് എന്താണ്? നോക്കിക്കോളുക. ഇതെന്താണ്? ഇത് റിട്രേസ്മെൻ്റ് ആണ്. അവർ ചെയ്യുന്നൊരു ടെക്നിക്ക് എന്താണ്? മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോകും. മാർക്കറ്റിനെ ചെറുതായിട്ടൊന്ന് മുകളിലേക്ക് പൊന്തിച്ച് കളയും, അല്ലെങ്കിൽ മുകളിലേക്ക് പോകുന്നത് വരെ വെയിറ്റ് ചെയ്യും. നോക്കിയേ, എന്നിട്ടെന്താണ്? ഈ ഒരു ലിക്വിഡിറ്റി വോയിഡ് ഫില്ല് ചെയ്യുന്ന സമയത്ത് നോക്കിയേ, അതായത് എന്താ പറയുന്നത്? ഇങ്ങനെ മുകളിലേക്ക് പോകുന്ന ഒരു മാർക്കറ്റ് പെട്ടെന്ന് മാർക്കറ്റ് വലിയ വലിയ ക്യാൻഡിലുകൾ ഉണ്ടാക്കിയിട്ട് ഫോളോ ആവുന്നു. നോക്കിയേ, വലിയ വലിയ ക്യാൻഡിലുകൾ ഉണ്ടാക്കിയിട്ട് മാർക്കറ്റ് ഫോളോ ആകുന്നു.
അപ്പോൾ ഇവിടെ ലെവലുകൾ മിസ്സായി പോകുന്നത് കൊണ്ട് ഓക്കെ, ഇവിടെ ലെവലുകൾ മിസ്സായി പോകുന്നത് കൊണ്ട് ഇവിടെ വരെ എന്താണ് ഗ്രീൻ ക്യാൻഡിലാണെന്ന് വിചാരിക്കുക. ഇതൊരു ഗ്രീൻ ക്യാൻഡിലാണ്, അതിനുശേഷമാണ് ഈ ഒരു റെഡ് ക്യാൻഡിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ വരെ ലെവലുകൾ മിസ്സായി പോകുന്നത് കൊണ്ട് എന്ത് ചെയ്യും, സ്മാർട്ട് മണി എന്ത് ചെയ്യും, ഇവിടെ ചെറിയൊരു റിവേഴ്സൽ പോലെ കാണിക്കും. നോക്കിയേ, ഇത്തരത്തിലുള്ള ചെറിയൊരു മൂവ്മെൻറ്റ് ഇവിടെ കാണിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എന്താ സംഭവിക്കുക, ഈ ഒരു ഫോളിന് ശേഷമുള്ള തിരിച്ച് മാർക്കറ്റിൻ്റെ ഒരു മുന്നോട്ടുള്ള പോക്കാണെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും എന്ത് ചെയ്യും, എല്ലാവരും സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഇവിടെയൊക്കെ ബൈ ഓർഡറുകൾ എക്സിക്യൂട്ട് ചെയ്യും. ഇത്തരത്തിൽ ഈ ഒരു മൂവ്മെൻറ്റ് കണ്ട് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യമല്ലേ, ആലോചിച്ച് നോക്കിയേ. സെല്ലിംഗ് ഉണ്ടായിട്ടുണ്ട്, അതിനുശേഷം മാർക്കറ്റ് റിക്കവർ ചെയ്യുന്നത് കണ്ടിട്ട് ഇവിടെയൊക്കെ എന്താണ് ലോങ് ടേമിലേക്ക് ഹോൾഡ് ചെയ്യാനൊക്കെയുള്ള ബൈ ഓർഡറുകൾ ഇവിടെയൊക്കെ കൊടുക്കും. അവിടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ സ്മാർട്ട് മണി എന്ത് ചെയ്യും, അവിടെയാണ് ഇവർക്ക് ഈ ഓർഡറുകളൊക്കെ ഫില്ലായി കിട്ടും. ഇതൊക്കെ എന്താണ്, ഇവരുടെ സെൽ ഓർഡറുകളാണ്. കാരണം അവർക്ക് വേണ്ടത് മാർക്കറ്റ് താഴേക്ക് തന്നെ പോകലാണ്. അതുകൊണ്ടാണ് അവർ താഴേക്ക് ഇത്രയും കൊണ്ടുവന്നത്. അവിടെ അവർക്ക് പറ്റിയ കാര്യം എന്താണ്, കുറേ ഓർഡറുകൾ സ്കിപ്പായി പോയി. അവരുടെ ഓർഡറുകളെല്ലാം ഫില്ലായിട്ടില്ല. എല്ലാം ഫില്ലായത് മാത്രമേ അവർ പ്രതീക്ഷിക്കുന്ന ലാഭം കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഓർഡറുകളെ ഫില്ലാക്കാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ നോക്കിയേ, ആ ഒരു കാര്യത്തിൽ ഒരുപാട് പേര് പെട്ടിട്ട് എന്താണ്, ഒരുപാട് ട്രേഡേഴ്സ് ഇവിടെയൊക്കെ പോയിട്ട് ബൈ ചെയ്യും. ആ ഒരു ബൈ ഓർഡറുകൾ കൊണ്ട് നോക്കിയേ, ഇവിടെ വരെയില്ല, ഇതാണ് ആ ലിക്വിഡിറ്റി വോയിഡ് എന്ന് പറയുന്നത്. ഇവിടെ വരെയില്ല, ഇതെന്താണ്, ഇതൊരു ഗ്രീൻ ക്യാൻഡിലാണ്. അതിനുശേഷമുള്ള ആ ഫോളിലാണ് ലിക്വിഡിറ്റി വോയിഡുകൾ ഉണ്ടാകുക. നിങ്ങൾക്കറിയാലോ, ആ ഒരു ഫോളിലാണ് മിസ്സായി പോയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വരെയില്ല ആ ഒരു സെൽ ഓർഡറുകൾ, മിസ്സായിപ്പോയ സെൽ ഓർഡറുകളൊക്കെ ഈ ഒരു ബൈ ഓർഡറുകൾ വെച്ചിട്ട് ഫില്ലായിക്കൊണ്ടിരിക്കും. നോക്കിയേ, ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഏകദേശം ഇവിടെ എത്തിയാൽ എന്തായി, ഇവിടെ ഇപ്പോൾ ഇത്രയും ഓർഡറുകൾ അവിടെ മിസ്സായിട്ടുണ്ടെങ്കിൽ ആ ഓർഡർ അവിടെ ഫില്ലായില്ലേ, ആ സെൽ ഓർഡർ അവിടെ ഫില്ലാകും. നോക്കിയേ, അതിനുശേഷം ഇങ്ങനെ പോകുമ്പോൾ എന്താണ്, ആ സെൽ ഓർഡറുകളൊക്കെ ആ ഒരു മൂവ്മെൻറ്റിൽ തന്നെ അവരുടെ സെൽ ഓർഡറുകളൊക്കെ അവിടെ ഫില്ലാകും. അതിനുശേഷം അവരെന്ത് ചെയ്യും, ആ ഒരു സെൽ ഓർഡറുകളൊക്കെ ഫില്ലായി കഴിഞ്ഞാൽ നോക്കിയേ, അവരെന്ത് ചെയ്യും, പിന്നെയും മാർക്കറ്റിന് താഴേക്കങ്ങ് വലിച്ചിടും. അതാണ് റിട്രേസ്മെൻറ്റിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്. നമുക്കിതിനെ പല വിധത്തിൽ ആക്ച്വലി ഉപയോഗിക്കാം. ഏറ്റവും ബേസിക്കായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ ഒരു മൂവ്മെൻറ്റാണ്. നോക്കിയേ, ഈ ഒരു മൂവ്മെൻറ്റ് ലിക്വിഡിറ്റി വോയിഡ് ഫില്ല് ചെയ്യാനുള്ള ഈ ഒരു റണ്ണ്, ആ ഒരു വോയിഡ് എവിടെ നിന്നാണ് തുടങ്ങുന്നത്, ആ ഒരു ഫോള് തുടങ്ങുന്നത്, ആ ഒരു വോയിഡ് എവിടെ നിന്നാണ് തുടങ്ങുന്നത്, അവിടെ വരെയുള്ള ആ ഒരു റണ്ണ്, അതിനുശേഷമുള്ള ഈ ഒരു മൂവ്മെൻറ്റാണ് ബേസിക്കലി നമ്മൾ നോക്കേണ്ടത്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു മൂവ്മെൻറ്റിന് ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ അതിപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ല. ഈ ഒരു ബൈ മൂവ്മെൻറ്റിന് ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം നമുക്കറിയാം ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു മൂവ്മെൻറ്റ് അവിടെ ഉണ്ടായിട്ടുള്ളത് എന്നറിയാം. അതിനെ ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏത് മൂവ്മെൻറ്റിലാണ്, ഈ ഒരു വോയിഡ് ഫില്ലായതിനു ശേഷം ഈ ഒരു ഡയറക്ഷനിലേക്ക്, ഈ ഒരു സെല്ലിങ്ങിൻ്റെ ഡയറക്ഷനിലേക്ക് ഈ ഒരു വോയിഡ് ഫില്ലായതിനു ശേഷം അതേ ഡയറക്ഷനിലേക്ക് മൂവ്മെൻറ്റ് ആ ഒരു വോയിഡിൽ നിന്ന്, ആ ഒരു വോയിഡിൻ്റെ ആ ഒരു അറ്റത്ത് നിന്ന് നോക്കി ഹൈയിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ്, അത് അടുത്തൊരു ഇമ്പൾസിനുള്ള ഒരുക്കാണെന്ന് മനസ്സിലാക്കുക. മുകളിലേക്ക് പോയ മാർക്കറ്റിന് എന്താണ്, പെട്ടെന്ന് സെല്ലിലേക്ക് പിടിച്ചിടുന്നു. നോക്കിയേ, ആ ഒരു ക്യാൻഡിലിൻ്റെ വലിപ്പം നോക്കിയേ, ആ ഒരു ക്യാൻഡിലുകളുടെ വലിപ്പം നിങ്ങൾ നോക്കിയേ, പെട്ടെന്ന് മാർക്കറ്റിനെ താഴേക്ക് പിടിച്ചിടുന്നു. അവിടെ എന്താ സംഭവിക്കുന്നത്, അതിനുശേഷവും നമുക്ക് നോക്കാം. ആദ്യം നിങ്ങൾ ഈ ഒരു ആദ്യത്തെ എക്സാമ്പിളിലേക്ക് നോക്കുക. എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു മൂവ്മെൻറ്റൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്, ഈ ഒരു മൂവ്മെൻറ്റിന് ശേഷമുള്ള ഈ ഒരു ഫോളൊക്കെ നമുക്ക് എന്തുകൊണ്ടാണ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് നിങ്ങളിപ്പോൾ കാണും. നോക്കിയേ, ഈ ഒരു മൂവ്മെൻറ്റിന് ശേഷം പെട്ടെന്ന് മാർക്കറ്റിനെ വലിച്ച് താഴേക്കിടുന്നു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് പ്രകാരം ഇവിടെ എന്താ സംഭവിക്കാൻ സാധ്യതയുള്ളത്, ഇവിടെയൊക്കെ എന്താണ്, ഓർഡറുകൾ മിസ്സായി പോകാനുള്ള സാധ്യതയുണ്ട്. അവിടെയൊക്കെ ഗ്യാപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. ഓർഡറുകൾ ഫില്ലാവാതെ ഓർഡറുകളില്ലാത്ത ഗ്യാപ്പുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതെന്തായിരിക്കും, ഒരു ലിക്വിഡിറ്റി വോയിഡ് ആയിരിക്കും. ആ ഒരു ലിക്വിഡിറ്റി വോയിഡ് എന്ത് ചെയ്യാൻ നമ്മൾ മാർക്ക് ചെയ്യുക. ഇവിടെ നിന്നല്ലേ ആ ഒരു വോയിഡ് തുടങ്ങുന്നത്. നോക്കിയേ, ആ ഒരു ലിക്വിഡിറ്റി വോയിഡിനെ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നോക്കിയേ, ഇവിടുന്ന് തുടങ്ങിയ ലിക്വിഡിറ്റി വോയിഡ് നോക്കിയേ, നോക്കിയേ, ഇവിടെ വരെ എത്തുമ്പോൾ എന്താണ്, ആ ഒരു വോയിഡ് അവിടെ ഫില്ലായി. നോക്കിയേ, കൃത്യം ലെവൽ നോക്കിയേ, അവിടെ നിന്നല്ലേ തുടങ്ങുന്നത്. കൃത്യമായിട്ട് നിങ്ങൾ തന്നെ നോക്കിയേ, അവിടെ നിന്നല്ലേ ആ ഒരു ലിക്വിഡിറ്റി വോയിഡ് തുടങ്ങുന്നത്. കാരണം അവിടെ നിന്നല്ലേ ആ ഒരു വലിയ ക്യാൻഡിലുകൾ ഫോളോ തുടങ്ങുന്നത്. അപ്പോൾ അതല്ലേ നമ്മുടെ ലിക്വിഡിറ്റി വോയിഡിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. നോക്കിയേ, അവിടെ തന്നെ എത്തിയിട്ട് എന്താ പിന്നെ സംഭവിച്ചേ, കൃത്യമായിട്ട് നമ്മളിത് പ്രതീക്ഷിക്കണം. കാരണം ഇതാണ് അവിടെ സംഭവിക്കാനുള്ള സാധ്യത ഉള്ളത്. അതേ ലെവലിൽ മാർക്കറ്റ് എത്തിയപ്പോൾ എന്താ സംഭവിച്ചേ, അവിടെ നിന്നാണ് വീണ്ടും ശക്തമായിട്ടുള്ള ഫോള് താഴേക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ്, ഈ ഒരു ഫോള് അല്ലെങ്കിൽ ഈ ഒരു മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്ച്വലി
ഈ സ്മാർട്ട് മണി ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സിൻ്റെ ഈ ഒരു ലിക്വിഡിറ്റി വോയിഡ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കറക്ഷൻ, ഒരു റിട്രേസ്മെൻ്റ് ആണ് ആ ഒരു മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അതാണ് റിവേഴ്സൽ റിട്രേസ്മെൻറ്റ് തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ പറഞ്ഞുതരാം. നോക്കിയേ, ഈ ഒരു മൂവ്മെൻറ്റിന് ശേഷമുള്ള ഈ ഒരു റിട്രേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി ഈ ഒരു ലിക്വിഡിറ്റി വോയിഡ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു മൂവ്മെൻ്റ് ആണ്, അവരുടെ ഒരു ട്രിക്കാണ്, അവരുടെ ഒരു മൂവ്മെൻ്റ് ആണ്. നോക്കി, അതിനുശേഷം ഈ ഒരു ലെവലിൽ മാർക്കറ്റ് എത്തുമ്പോൾ അവരുടെ ലിക്വിഡിറ്റി വോയിഡ് ഫില്ലാകും, വീണ്ടും മാർക്കറ്റ് ശക്തമായിട്ട് താഴേക്ക് ഫോളോ ആകും. അപ്പോൾ അതും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ലിക്വിഡിറ്റി വോയിഡ് വെച്ചിട്ടാണ് റിട്രേസ്മെൻറ്റ് ഉണ്ടാകുന്നത്. മനസ്സിലായില്ലേ? എക്സ്പാൻഷൻ മനസ്സിലായിട്ടുണ്ട്, കൺസോളിഡേഷൻ മനസ്സിലായിട്ടുണ്ട്, റിട്രേസ്മെൻറ്റ് മനസ്സിലായിട്ടുണ്ട്. അടുത്തത് എന്താണ്? റിവേഴ്സൽ നോക്കുക. റിവേഴ്സൽ എന്താ സംഭവം നോക്കുക. എന്താണ് റിവേഴ്സൽ എന്ന് പറയുന്നത്? ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങുന്ന മാർക്കറ്റ് അവിടെ തന്നെ എത്തിയാൽ നമ്മളതിന് എന്ത് പറയും? ഇതിപ്പോൾ ഇങ്ങനെ കുറേ നേരം സംസാരിച്ചാലുള്ളൊരു ബുദ്ധിമുട്ടാണ്. ഇതിങ്ങനെ പറയാൻ വീണ്ടും വാക്കുകൾ മിസ്സായിപ്പോൾ ഇങ്ങനെ സ്ലിപ്പായിക്കൊണ്ടിരിക്കും. ഒരുപാട് നേരം സംസാരിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നമാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഒന്നുകൂടി ശ്രദ്ധിച്ച് കേൾക്കുക. അതേ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ നോക്കി അതിനെ നമ്മൾ റിവേഴ്സൽ എന്ന് പറയും. റിട്രേസ്മെൻറ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, ലിക്വിഡിറ്റി വോയിഡുകൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റിവേഴ്സൽ എന്താണ് സംഭവിക്കുന്നത്? ശ്രദ്ധിച്ചോളൂ. റിവേഴ്സൽ എന്താ സംഭവിക്കുക? ഇവിടെ ഒരു സ്ഥലം, ഇവിടെ ഒരു പ്രൈസ് ഉണ്ട്. പ്രൈസ് ആക്ഷൻ ആണല്ലോ നമ്മൾ പഠിക്കുന്നത്. അവിടെ ഒരു പ്രൈസിൻ്റെ ലെവലുണ്ട്. അവിടെ നിന്ന് എന്താണ്? മാർക്കറ്റ് അവിടെ ഒരു നോക്കിയേ റിജക്ഷൻ ഉണ്ടാക്കിയിട്ട്, ഇതൊരു ക്യാൻഡിലാണെന്ന് വിചാരിക്കുക. അവിടെ ഒരു റിജക്ഷനൊക്കെ ഉണ്ടാക്കി മാർക്കറ്റിങ്ങിന്, അതായത് മുകളിലേക്ക് പോകുന്ന മാർക്കറ്റ് അവിടെ ഒരു റിജക്ഷനൊക്കെ ഉണ്ടാക്കി മാർക്കറ്റിങ്ങിന് താഴേക്ക് വന്നു. താഴേക്ക് വന്ന മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് അവിടെ എത്തിയെന്ന് വിചാരിക്കുക. ഇവിടെയാണ് റിവേഴ്സൽ ഉണ്ടാകാൻ പോകുന്നത്. റിവേഴ്സൽ ഉണ്ടാക്കുന്നത് ഇവിടെയല്ല. റിവേഴ്സൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോകുന്നത് എവിടെയാണ് നമ്മൾ റിവേഴ്സൽ പ്രതീക്ഷിക്കേണ്ടത്? ഇതിന് തൊട്ടു മുകളിലുള്ള ഈ ഒരു റേഞ്ചിലാണ് നമ്മൾ റിവേഴ്സൽ പ്രതീക്ഷിക്കേണ്ടത്. ഈ ഒരു റേഞ്ച്, അതായത് നോക്കിയേ, ഒരു പ്രൈസ് ലെവൽ അവിടെയുണ്ട്. അവിടെ നിന്നാണ് മാർക്കറ്റ് ഫോളോ ആകുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ക്യാൻഡിലൊക്കെ ഉണ്ടാക്കി അവിടുന്ന് ഫോളോ ആവുന്ന മാർക്കറ്റ് തിരിച്ച് അവിടെ തന്നെ എത്തി. അവിടെ തന്നെ എത്തുമ്പോൾ വീണ്ടും പിന്നീട് എന്താ അവിടെ സംഭവിക്കാൻ സാധ്യതയുള്ളത്? ഇവിടുന്ന് താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എങ്ങനെയാണ് താഴേക്ക് വരാനുള്ള സാധ്യതയുള്ളത്? അതാണ് ഇമ്പോർട്ടൻറ്റ്. എവിടുന്നാണ് ഇതിന് താഴേക്ക് വരാനുള്ള സാധ്യതയുള്ളത്? ഇതൊന്ന് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയിട്ട് ഇവിടുന്ന് താഴേക്ക് വരികയാണെങ്കിൽ അതിനെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിൻ്റെ മുകളിലുള്ള ഈ ഒരു സോണിനെ നമ്മൾ ലിക്വിഡിറ്റി പൂള് എന്നാണ് പറയുക. അവിടെ എന്താണ്? ലിക്വിഡിറ്റി ഉണ്ടായിരിക്കും. ലിക്വിഡിറ്റി പൂള് എന്നാണ് പറയുക. എന്തുകൊണ്ടായിരിക്കും അവിടെ ലിക്വിഡിറ്റി ഉള്ളത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, സിമ്പിളായിട്ടുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ ബേസിക്സ് ആണല്ലോ, ആക്ച്വലി പ്രൈസ് ആക്ഷൻ്റെ ബേസിക്സ് ആണിത്. നോക്കിയേ, സിമ്പിളായിട്ട് ആലോചിച്ച് നോക്കിയേ, ഒരു ലെവല് അവിടെ നിന്ന് എന്താണ് താഴേക്ക് പോകുന്ന മാർക്കറ്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെയൊക്കെ എൻട്രികൾ ഉണ്ടാകുമ്പോൾ സ്റ്റോപ്പ് ലോസ് ഓർഡറുകൾ എവിടെയായിരിക്കും? ഈ സെൽ എൻട്രികളുടെ സ്റ്റോപ്പ് ലോസ് ഓർഡറുകൾ എവിടെയായിരിക്കും? ഇവിടെയായിരിക്കില്ലേ? ഈ എൻട്രികളുടെ സ്റ്റോപ്പ് ലോസ് ഓർഡറുകൾ അവിടെയായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും തിരിച്ചു പോകുന്ന മാർക്കറ്റ് ഇവിടേക്ക് കയറുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ഒരു മൂവ്മെൻറ്റിൽ എൻട്രി എടുത്ത നമ്മളെപ്പോലെയുള്ള ട്രേഡേഴ്സൊക്കെ ഉണ്ടാകുമല്ലോ. ഈ ഒരു മൂവ്മെൻറ്റിൽ എൻട്രി എടുത്താൽ നമ്മളെപ്പോലെയുള്ള ട്രേഡേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ഒക്കെ ഇവിടെ ഉണ്ടാകും. ഈ സ്മാർട്ട് മണി എന്ത് ചെയ്യും? ഇവിടെ മാർക്കറ്റ് പോകുമ്പോൾ ഇവിടേക്കൊന്ന് മാർക്കറ്റിനെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? ആ ഓർഡറുകൾ അങ്ങ് ഫില്ലാക്കി കളയും. ആ ഓർഡറുകൾ ഫില്ലാക്കിയിട്ട് തിരിച്ചിട്ട് എന്താണ്? മാർക്കറ്റിനെ താഴേക്ക് അങ്ങ് കൊണ്ടുപോകും. കാരണം അവർക്ക് വേണ്ട ഓർഡറുകൾ, സ്മാർട്ട് മണിക്ക് വേണ്ട ഓപ്പോസിറ്റ് ഓർഡറുകളൊക്കെ അവർക്ക് വേണ്ട ലിക്വിഡിറ്റി എന്താണ്? ഈ ഒരു പൂളിൽ നിന്ന് കിട്ടും. അപ്പോൾ അവരെന്ത് ചെയ്യും? പ്രൈസിനെ അവിടേക്ക് കൊണ്ടുപോയിട്ട് നോക്കിയേ, അവിടെ എന്താണ്? അവരുടെ ഓർഡറുകൾ, അവരുടെ സെല്ല് ഓർഡറുകൾ അവരിവിടെയാണ് ഫില്ലാക്കുക. കാരണം സെല്ല് ചെയ്ത ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസ് ഓർഡറുകൾ, അതായത് ബൈ ഓർഡറുകൾ ഇവിടെ ഉണ്ടാകും. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഓർഡറുകളെ ഗ്രാസ്പ് ചെയ്തിട്ട് അവിടെ അവർ എന്ത് ചെയ്യും? സെല്ല് ഓർഡറുകൾ കണ്ടമാനം കൊടുത്ത് ഈ ഒരു ഓർഡറുകളെയൊക്കെ പിടിച്ചിട്ട് എന്താണ്? മാർക്കറ്റിനെ വീണ്ടും പിടിച്ച് താഴേക്കും ഇടും. അവർക്കെന്താണ്? ഈ ഒരു മൂവ്മെൻറ്റിൽ നല്ല കൃത്യമായിട്ടുള്ള പ്രോഫിറ്റ് അവർ മേക്ക് ചെയ്യും. കൃത്യമായിട്ടുള്ള പ്ലേ ആണ്, കണക്ക് കൂട്ടിയിട്ടുള്ള പ്ലേ ആണ്. അത് നമ്മളും കൂടി മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവരുടെ സൈഡിൽ നിന്ന് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മൾ ഹിസ്റ്റോറിക്കൽ ചാർട്ട് എന്നോടത്ത് എക്സാമ്പിൾ കാണിക്കുന്നില്ല. ഇതിപ്പോൾ ലൈവ് ചാർട്ടാണ്. ഞാനിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ലൈവ് ചാർട്ട് തന്നെയാണ്. നോക്കിയേ, ജസ്റ്റ് ഇപ്പോൾ നമ്മൾ വരച്ച് വെച്ചതൊക്കെ ഒന്ന് നമുക്ക് റിമൂവ് ആക്കാം. റിമൂവ് ആക്കി ചാർട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഒരു സ്ഥലത്ത് തന്നെ തിരിച്ചെത്തുകയാണെങ്കിൽ അവിടെ എന്താണ്? ലിക്വിഡിറ്റി പൂളിൽ പോയിട്ട് ഫില്ലാകാനുള്ള സാധ്യതയുണ്ട്. മൂവ്മെൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ എന്താണ്? ഒരു ബൈ എൻട്രിയൊക്കെ കിട്ടാനുള്ള അല്ലെങ്കിൽ സെൽ എൻട്രിയൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്.
ഒരു എക്സാമ്പിൾ നോക്കി, ഇതൊരു ചെറിയ എക്സാമ്പിളാണ്. ആക്ച്വലി ഇങ്ങനെയല്ല മാർക്കറ്റ് നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് ഉണ്ടാകും. ഇതൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ലൈവ് മാർക്കറ്റിൽ കാണിച്ചു തരാമെന്ന് വെച്ച് കാണിച്ചു തരുന്നതാണ്. നോക്കിയേ ഇതാണ് ആ ഒരു കഴിഞ്ഞ ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് കഴിഞ്ഞൊരു മൂവ്മെൻറ്റ് മുകളിലേക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കും? ഈ ഒരു സോണിലായിരിക്കില്ലേ? സ്വാഭാവികമായിട്ട് ആ ഒരു സോണിലായിരിക്കില്ലേ? നോക്കിയേ, ഇവിടെ നിന്നാണ് ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളത് മുകളിലേക്ക്. സ്വാഭാവികമായിട്ടും ആ ഒരു സോണിലായിരിക്കും സ്റ്റോപ്പ് ലോസുകൾ വെച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അതിന് എന്താ നമ്മൾ പറയുക? അതിന് നമുക്ക് ലിക്വിഡിറ്റി പൂളാണെന്ന് പറയും. അതൊരു ലിക്വിഡിറ്റി പൂളാണ്. അപ്പോൾ അതിന് ശേഷം എന്താ സംഭവിച്ചിട്ടുള്ളത് നോക്കിയേ, മാർക്കറ്റിൽ എന്താ സംഭവിച്ചിട്ടുള്ളത്? ഏകദേശം ഈ ഒരു ലിക്വിഡിറ്റി പൂളിലേക്ക് തന്നെ മാർക്കറ്റ് തിരിച്ചു വരുന്നതും അതിനുശേഷം ഉണ്ടാകുന്ന പ്രൈസ് ആക്ഷൻ നിങ്ങൾ നോക്കിയേ. തിരിച്ചു വരുന്നു, മാർക്കറ്റ് തിരിച്ചു വരുന്നു, റിവേഴ്സലാണ്. അതായത് അതേ പോയിന്റിലേക്ക് തന്നെ മാർക്കറ്റ് തിരിച്ചു വന്നിട്ടുണ്ട്. അതേ പോയിന്റിലേക്ക് തന്നെ മാർക്കറ്റ് തിരിച്ചു വന്നിട്ടുണ്ട്. അതിനുശേഷം എന്താണ്? ഒന്ന് മാർക്കറ്റ് താഴേക്ക് പോകുന്നു. ഒന്ന് മാർക്കറ്റ് താഴേക്ക് പോകുന്നു. എന്നിട്ട് എന്താണ്? ഇവിടെ ഇല്ല ആ ഒരു ലിക്വിഡിറ്റിയെ മാർക്കറ്റ് അങ്ങ് പിടിക്കുന്നു. മാർക്കറ്റല്ല, ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് അങ്ങ് പിടിച്ചു കളയും. അവിടെ ഇല്ല ലിക്വിഡിറ്റിയെ അവരങ്ങ് പിടിച്ചു കളഞ്ഞിട്ട് അവർ വീണ്ടും എന്താണ്? ഇതിനെ അങ്ങ് മുകളിലേക്ക് അങ്ങ് കൊണ്ടുപോകും. അവർക്കെന്താണ്? കൃത്യമായ പ്രോഫിറ്റ് അവരിവിടെ ഈ ഒരു മൂവ്മെൻറ്റിൽ അവർ മേക്ക് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് സ്മാർട്ട് മണിയുടെ പ്ലേ എന്ന് പറയുന്നത്. അവർ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കൃത്യമായിട്ടുള്ള എക്സിക്യൂഷനാണ്, കൃത്യമായിട്ടുള്ള ട്രേഡിംഗ് സെറ്റപ്പുകളാണ്. ഇത് നിങ്ങൾ നന്നായിട്ട് ഇനി അങ്ങോട്ടുള്ള വീഡിയോകൾ, ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക. ഇവിടെ നിങ്ങൾ എന്താ കണ്ടത്? ഇപ്പോൾ ഇവിടെ ഇൻഡിക്കേറ്ററുകളൊന്നും തൽക്കാലത്തേക്ക് നമ്മൾ ഉപയോഗിച്ചില്ല. പ്യുവറായിട്ടുള്ള പ്രൈസ് ലെവലുകൾ വെച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളോട് തൊട്ട് മുന്നേ ഞാനൊരു കാര്യം പറഞ്ഞില്ല, എന്താണ്? ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ടൊരു കാര്യം പറഞ്ഞില്ല. ഇക്വിലിബ്രിയം പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? കൃത്യം പകുതിയാണെന്ന് പറഞ്ഞു. കൃത്യം പകുതിയാണ് ഒരു മൂവ്മെൻറ്റിന്, കൃത്യം പകുതിയാണ് ഇക്വിലിബ്രിയം എന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞു. നോക്കാം നമുക്ക്. ഇതാണ് ആ മൂവ്മെൻറ്റ് എന്ന് വിചാരിക്കുക. ഈ ഒരു ഇമ്പൾസിനെയാണ് നമുക്ക് അളക്കേണ്ടതെന്ന് വിചാരിക്കുക. ഈ ഒരു ഇമ്പൾസിൻ്റെ 50% അളക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞത് കൺസോൾട്ടേഷൻ്റെ ആണ്. ഏത് മൂവ്മെൻറ്റിൻ്റെയും 50% അളക്കാൻ എന്ത് ചെയ്താൽ മതി? ഫിബൊനാച്ചി വരയ്ക്കുക. ഫിബൊനാച്ചി വരച്ചിട്ട് എന്താണ്? അതിൻ്റെ എഡിറ്റ് എങ്ങനെയാണ് ലെവലുകൾ എഡിറ്റ് ചെയ്യേണ്ടതെന്ന് ഓൾറെഡി നിങ്ങൾക്ക് അറിയാമല്ലോ. എഡിറ്റ് ചെയ്തിട്ട് അതിലൊന്ന് 50% കൊടുക്കുക. ഓൾറെഡി അവിടെ 50% ഉണ്ടാകും. നിങ്ങൾ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ 50% കൊടുക്കുക. അപ്പോൾ അങ്ങനെ 50% വെച്ച് ഫിബൊനാച്ചി വെച്ച് നിങ്ങൾക്കതൊക്കെ മെഷർ ചെയ്യാവുന്നതാണ്. നിങ്ങൾ മാനുവലായിട്ട് വരക്കേണ്ട കാര്യമില്ല. ഫിബൊനാച്ചി വെച്ച് മെഷർ ചെയ്യാവുന്നതാണ്. അതിൻ്റെ കൂട്ടത്തിൽ എന്താ ചെയ്യേണ്ടത്? ഇത്തരത്തിലുള്ള സ്വിങ്ങിൻ്റെ ഹൈയും ലോവും മാർക്ക് ചെയ്തിട്ട് അവിടെ ഉണ്ടാകുന്ന ആക്ഷൻസ് ഒന്ന് ശ്രദ്ധിക്കുക. അതായത് നോക്കിയേ, ഇവിടെ ഇപ്പോൾ എന്താ? ഒരു സ്വിങ് ഉണ്ടായിട്ടുണ്ട്. ഒരു സ്വിങ് ഹൈ ആണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെയുള്ള സ്വിങ് ഹൈകൾ, സ്വിങ് ലോകളൊക്കെ മാർക്ക് ചെയ്യാം. ഇവിടെ ഒരു ലോ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള ലോ ഒക്കെ മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് അവിടേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കുക. ഇതിപ്പോൾ എന്താണ്? ഇതിപ്പോൾ ഡെയിലി ചാർട്ടാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഡെയിലി ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് അതന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? അത് അവിടെ തന്നെ കീപ്പ് ചെയ്യുക. ഈ ഒരു ലെവൽ അവിടെ തന്നെ കീപ്പ് ചെയ്തിട്ട് 4 ഹവറിലേക്ക് പോവുക. 4 ഹവറിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? മറ്റു സ്വിങ്ങുകൾ കിട്ടും. ഇവിടെ കിട്ടാത്ത മറ്റു സ്വിങ്ങുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള മറ്റു സ്വിങ്ങുകൾ കിട്ടുമ്പോൾ അതും നിങ്ങൾ മാർക്ക് ചെയ്യുക. സൂം ഔട്ടൊക്കെ ചെയ്ത് ഇവിടെ വേറൊരു സ്വിങ് നിങ്ങൾക്ക് കിട്ടിയില്ലേ? ആ ഒരു സ്വിങ് നിങ്ങൾ മാർക്ക് ചെയ്യുക. അത്തരത്തിൽ ഡെയിലിയിൽ 4 ഹവറിൽ 1 ഹവറിലൊക്കെ സ്വിങ് മാർക്ക് ചെയ്തിട്ട് പഠിക്കുക. അത്തരത്തിൽ സ്വിങ് മാർക്ക് ജസ്റ്റ് സ്വിങ് മാർക്ക് ചെയ്യുക. അവിടെ ഉണ്ടാകുന്ന പ്രൈസ് ആക്ഷൻസ് എന്താണെന്ന് നോക്കുക. അടുത്ത വീഡിയോ വരെയാണ് പറയുന്നത്. അടുത്ത വീഡിയോ കാണുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യുക? സ്വിങ് മാർക്ക് ചെയ്ത് പഠിക്കുക. എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഡെയിലി ഒരു ഡേയുടെ ലോവും ഹൈയും നിങ്ങൾ എപ്പോഴും മാർക്ക് ചെയ്ത് വെച്ചേക്കുക. അതെപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. വരുന്ന വീഡിയോകളിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു ഡേയുടെ ഹൈയും ലോവും എപ്പോഴും മാർക്ക് ചെയ്യുക. അതായത് ഇപ്പോൾ ഡെയിലി ആണെങ്കിൽ ഡെയിലി കൊടുത്താൽ ഒരു ക്യാൻഡിലിൻ്റെ ഹൈയും ലോ ആണ്. നിങ്ങളിപ്പോൾ 1 ഹവറൊക്കെ ചാർട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ദിവസത്തെ ഹൈ, ആ ഒരു ദിവസത്തെ ലോ അതെപ്പോഴും എന്താണ്? മാർക്ക് ചെയ്ത് വെച്ച് തന്നെ പഠിക്കുക. അപ്പോൾ ഇതുവരെ പറഞ്ഞ 4 കാര്യങ്ങൾ പഠിച്ച് തറവാക്കി മനസ്സിലവിടെ ഉറപ്പിച്ച് വെച്ചേക്കുക. അടുത്ത വീഡിയോ ഒക്കെ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നിങ്ങൾക്ക് ഇൻഡിക്കേറ്ററൊന്നും ഉപയോഗിക്കാതെ പ്രൈസ് ആക്ഷൻ വെച്ച് മാത്രം എൻട്രി എടുക്കാനുള്ള കാര്യങ്ങളാണ് ഇനി നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ പറഞ്ഞ 4 കൺസെപ്റ്റ് മസ്റ്റായിട്ട് നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി വരച്ച് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി.